നടിയെ ആക്രമിച്ച ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ കാവ്യ മാധവന്റെ പേരിൽ എറണാകുളത്ത് ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ, പനമ്പള്ളി നഗറിലുള്ള ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ ഒരു ലോക്കർ തുറന്നു എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. ഇത് ഗൂഢാലോചന തന്നിലേക്ക് എത്താതിരിക്കാനും തെളിവ് നശിപ്പിക്കുവാനും വേണ്ടി ദിലീപ് ആസൂത്രണം ചെയ്തതായിരുന്നു. ഇതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അതായത് ഈ സംഭവത്തിന്റെ പ്രധാന തൊണ്ടിമുതലായ മൊബൈൽ ഫോണും മെമ്മറി കാർഡും ഇവ സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ലോക്കർ തുറന്നത് എന്നതായിരുന്നു വാദം. അതായത് പൾസർ സുനിയും അതുപോലെ 4ാം പ്രതിയും ചേർന്ന് കാവ്യ മാധവന്റെ സ്ഥാപനമായ ലക്ഷ്യയിൽ കൊണ്ടുചെന്നെത്തിച്ച അത് 2017 ഫെബ്രുവരി 22-ാം തീയതിയായിരുന്നു. ഈ തൊണ്ടി മുതൽ ഇത് 1 മാസത്തിന് ശേഷം ഈ ലോക്കറിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. അപ്പോൾ പ്രോസിക്യൂഷൻ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു ലോക്കർ തുറന്നിരുന്നോ എന്നുള്ള കാര്യം കോടതിയിൽ വാദിച്ച് സമർത്ഥിക്കണമായിരുന്നു. അങ്ങനെ വാദിച്ചപ്പോൾ അങ്ങനെ ഒരു ലോക്കർ അതേ ദിവസം ഈ പറയുന്ന 24 മാർച്ച് 2017 അവിടെ തുറന്നിരുന്നു എന്നുള്ള വിവരം സമർത്ഥിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. അത് ബാങ്കിന്റെ രേഖകൾ അനുസരിച്ചായിരുന്നു. അതുപോലെ തന്നെ കാവ്യ മാധവനും ഇക്കാര്യം കോടതിയിൽ സമ്മതിച്ചിരുന്നു. ഇങ്ങനെയൊരു ലോക്കർ ഇതേ ബാങ്കിന്റെ ശാഖയിൽ തന്നെ തുറന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. പിന്നെയുള്ളത് ഈ ലോക്കർ എന്തിനു വേണ്ടി തുറന്നു, എന്തായിരുന്നു ഈ ലോക്കർ തുറക്കുന്നതിന്റെ ഉദ്ദേശ്യം എന്നതായിരുന്നു. അതിലേക്ക് വരുന്നതിന് മുമ്പ് ആ ബാങ്കിൽ എന്തിന് ഇങ്ങനെ അക്കൗണ്ട് എടുത്തു എന്നതിലേക്ക് വരാം. അക്കൗണ്ട് ഉള്ളവർക്കാണ് ലോക്കർ ഓപ്പൺ ചെയ്യാൻ സാധിക്കുക. അക്കൗണ്ട് എടുത്തത് ഇതേ ബ്രാഞ്ചിൽ ദിലീപിന്റെയും കാവ്യ മാധവന്റെയും പേരിൽ ജോയിന്റ് അക്കൗണ്ട് ആയിരുന്നു എടുത്തത്. അത് 2017 ജനുവരി 27-ാം തീയതിയായിരുന്നു. അതായത് ഈ നടിയെ ആക്രമിച്ച സംഭവം ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപാണ് ഇങ്ങനെ ഒരു ജോയിന്റ് അക്കൗണ്ട് ഈ ബാങ്കിൽ എടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം വരാം, എന്തിനാണ് ആ സമയത്ത് ഒരു അക്കൗണ്ട് തുറന്നതും അതേ ബാങ്കിൽ തന്നെ ഒരു ലോക്കർ തുറന്നതും എന്നുള്ള കാര്യം. അത് പ്രോസിക്യൂഷൻ വാദിച്ചത് ഇതിന് കാരണം ഈ സംഭവത്തിൽ വരുന്ന ഈ പറയുന്ന തൊണ്ടിമുതലുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി മുന്നേ തയ്യാറാക്കിയ ഒരു തിരക്കഥയാണ് എന്നതായിരുന്നു. അതായത് ഇങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കുക, അവിടെ ഒരു ലോക്കർ തുറക്കുക, ആ ലോക്കറിലേക്ക് ഈ സാധനങ്ങൾ മാറ്റുക, അതിനു വേണ്ടിയുള്ള തന്ത്രമായിരുന്നു ഇതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അപ്പോൾ അക്കൗണ്ട് അവിടെ തുറന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ബാങ്ക് രേഖകളിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം, അതുപോലെ തന്നെ KYC ഡോക്യുമെന്റ്സ് ഇതെല്ലാം വെരിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേ ദിവസം തന്നെ അവിടെ 24 മാർച്ച് 2017 അതേ ദിവസം അവിടെ ലോക്കറും തുറന്നിട്ടുണ്ട്. പിന്നെയുള്ളത് ഈ ലോക്കർ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നതാണ്. പരിശോധിച്ചപ്പോൾ ഈ ലോക്കർ തുറന്നിട്ടുള്ളത് ഒറ്റ തവണ മാത്രമാണ്. അതായത് ഈ പറയുന്ന ദിവസം 2017 മാർച്ച് 24-ാം തീയതി ഈ ലോക്കർ തുടങ്ങിയ സമയത്ത് അന്നാണ് ഈ ലോക്കർ ഓപ്പൺ ചെയ്തത്. പിന്നെ അങ്ങോട്ട് ഈ ലോക്കർ തുറന്നിട്ടില്ല, ഒരു ഓപ്പറേഷനും നടന്നിട്ടില്ല എന്നുള്ള കാര്യം കോടതിക്ക് മനസ്സിലായി. അത് പ്രോസിക്യൂഷനും ഇക്കാര്യം, പോലീസ് അന്വേഷണത്തിലും ഇക്കാര്യം വ്യക്തമായിരുന്നു. ഇക്കാര്യം കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തു. പിന്നെ ഉണ്ടായിരുന്നത് എന്തിനു വേണ്ടി ഈ ലോക്കർ തുറന്നു, എന്തായിരുന്നു ഈ ലോക്കറിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ്. ഈ ലോക്കറിനെ കുറിച്ചുള്ള വിവരം കിട്ടിയതിന് ശേഷം പോലീസ് അന്വേഷണത്തിൽ 2022 ഏപ്രിലിൽ ഈ ലോക്കർ പോലീസ് തുറന്നു. അതിനു മുൻപ് പോലീസിന് വിവരം കിട്ടിയിരുന്നു. അത് ഈ കേസ് അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ടിൽ പോലീസ് പറയുന്നുമുണ്ട്. ആദ്യ റിപ്പോർട്ടുകളിൽ ലോക്കറിനെ കുറിച്ച് പരാമർശമില്ല. അന്തിമ റിപ്പോർട്ടിൽ പോലീസ് പറയുന്നുണ്ട് എന്ന കാര്യം കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2022 ഏപ്രിൽ ആദ്യ ആഴ്ച ഈ ലോക്കർ പോലീസ് തുറന്നു. അപ്പോൾ ഈ തുറന്നപ്പോൾ എന്താണ് പോലീസിന് കിട്ടിയത് എന്നുള്ള കാര്യം മഹസറിൽ സ്വാഭാവികമായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഈ മഹസർ പരിശോധിച്ചതിൽ നിന്ന് കോടതിക്ക് വ്യക്തമായത് ഈ ലോക്കർ തുറന്നപ്പോൾ, കാവ്യ മാധവന്റെ പേരിലുള്ള ഈ ലോക്കർ തുറന്നപ്പോൾ ആ ലോക്കറിൽ ഉണ്ടായിരുന്നത് 5 രൂപയുടെ ഒരു കോയിനായിരുന്നു. ഒരു 5 രൂപ തുട്ടാണ് ആ ലോക്കറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പറയുന്ന മെമ്മറി കാർഡും അതുപോലെ തന്നെ ഫോണും എവിടെ പോയി എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അവിടെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദം ഈ മെമ്മറി കാർഡും ഫോണും മറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ ലോക്കർ തുറന്നത്. ആ വാദമാണ് ഞങ്ങൾക്കുള്ളത്. അല്ലാതെ ഈ ലോക്കറിൽ ഈ മെമ്മറി കാർഡും ഫോണും ഉണ്ട് എന്നുള്ള കാര്യം തെളിയണമെങ്കിൽ ആ ലോക്കർ ആരാണോ പ്രവർത്തിച്ചിട്ടുള്ളത്, ആരുടെ പേരിലാണോ അയാൾക്കേ അറിയാൻ സാധിക്കുകയുള്ളൂ. ലോക്കർ അങ്ങനെയാണല്ലോ. അപ്പോൾ അത് കാവ്യ മാധവന് അറിയാൻ പറ്റും എന്നുള്ള കാര്യമാണ്. അപ്പോൾ കാവ്യ മാധവന്റെ മൊഴിയെടുത്തപ്പോൾ കാവ്യ മാധവൻ പറഞ്ഞത് എന്താണ് ഈ ലോക്കർ തുറന്നതിൻ്റെ ഉദ്ദേശ്യം എന്നറിയില്ല. അതുപോലെ തന്നെ ഈ ലോക്കറിൽ എന്താണ് ആ ദിവസം വെച്ചത് എന്നുള്ള കാര്യം, ഈ ഒറ്റ ദിവസമേ ഈ ലോക്കർ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളൂ. അത് ആ ലോക്കർ തുറന്ന ആ ദിവസമാണ്. അന്ന് എന്താണ് വെച്ചത് എന്നുള്ള വിവരം കാവ്യ മാധവന് കോടതിയിൽ ഓർത്തെടുത്ത് പറയുവാൻ കഴിഞ്ഞില്ല. ഇതപ്പോൾ ഈ മൊഴി കോടതി വിശ്വാസത്തിലെടുക്കുകയും ചെയ്തു. അതുമാത്രമല്ല പ്രോസിക്യൂഷന് അത് മുന്നോട്ട് പോകാൻ, ഇനി ഈ ലോക്കറിൽ
മൊബൈൽ ഫോണും മെമ്മറി കാർഡും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഇത് തെളിയിക്കുവാനുള്ള മറ്റ് തെളിവുകൾ പ്രോസിക്യൂഷന്റെ പക്കൽ ഉണ്ടായിരുന്നതുമില്ല. ഇതായിരുന്നു ഈ ലോക്കറിനെ കുറിച്ചുള്ള ദുരൂഹതകൾ. അപ്പോൾ ഈ ലോക്കർ തുറന്നപ്പോൾ ഈ വിവരമേ കിട്ടിയുള്ളൂ, 5 രൂപയുടെ ഒരു കോയിൻ. പിന്നെയുള്ളത് കോടതി ചോദിച്ചത്, അപ്പോൾ 2022 ഏപ്രിലിൽ പോലീസ് ബലം പ്രയോഗിച്ച് ഈ ലോക്കർ തുറന്നിരുന്നു. പക്ഷേ ആ സമയത്ത് ഇവരെ അറിയിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട്. കാവ്യ മാധവനെയും ദിലീപിനെയും അറിയിച്ചിരുന്നു. അപ്പോൾ പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു നോട്ടീസ് അവർക്ക് കൊടുത്തിട്ടില്ല. അവരുടെ കയ്യിൽ താക്കോൽ ഉണ്ടായിരുന്നു. അവരോട് ആദ്യം തുറക്കാൻ ആവശ്യപ്പെട്ടതിന് ശേഷം വന്നില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് തുറക്കുക എന്നുള്ള കാര്യം. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, ദിലീപ് ഇക്കാര്യത്തിൽ ബാങ്കിന് നോട്ടീസും അയച്ചിട്ടുണ്ട്, എന്തിനാണ് ബലം പ്രയോഗിച്ച് തുറന്നത് എന്നുള്ളതിന്. പിന്നെയുള്ളത് ഈ മഹസറിൻ്റെ കാര്യം എന്തുകൊണ്ട് അന്തിമ റിപ്പോർട്ടിൽ നൽകിയില്ല എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. മഹസറിൽ പറയുന്നത് ഈ പറയുന്ന 5 രൂപയുടെ കോയിനാണ് ഉണ്ടായിരുന്നത്. ഈ വിവരം പക്ഷേ എന്തുകൊണ്ട് മറച്ചു വെച്ചു? അത് മറച്ചു വെച്ചുകൊണ്ട് കോടതിയിൽ വാദിച്ചു. ഇത് മൊബൈൽ ഫോണും അതുപോലെ തന്നെ മെമ്മറി കാർഡും സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ലോക്കർ തുറന്നത്. ഈ കാര്യവും വാദത്തിനിടയിൽ വന്നിരുന്നു. എന്തായാലും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ കോടതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല. പക്ഷേ പ്രോസിക്യൂഷൻ സ്വാഭാവികമായിട്ടും അപ്പീൽ കോടതിയെ സമീപിക്കുമ്പോൾ ഈ വിവരം ഉന്നയിക്കുക തന്നെ ചെയ്യും. അതായത് അവിടെ ഒരു പിടിവള്ളി പ്രോസിക്യൂഷൻ്റെ കൈവശം ഉള്ളത് ഒറ്റ ദിവസമേ ഈ ലോക്കർ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ള കാര്യമാണ്. ആ ദിവസവും പ്രധാനമാണ്. ഈ നടിയെ ആക്രമിച്ച സംഭവം ഉണ്ടാകുന്നതിന് തൊട്ട് പിന്നാലെയാണ് ഈ ലോക്കർ തുറന്നിട്ടുള്ളത്. പിന്നെ ഈ ലോക്കർ എന്തിനു തുറന്നു എന്ന കാര്യം വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല കാവ്യ മാധവന്. അതുപോലെ തന്നെ എന്താണ് ആ ലോക്കറിൽ വെച്ചത് എന്നുള്ള വിവരവും വിശദീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇത് വെച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ സ്വാഭാവികമായിട്ടും അപ്പീൽ കോടതിയെ സമീപിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ തുറന്ന സമയത്ത് ഈ പോലീസ് തുറന്ന സമയത്ത് അവിടെ മൊബൈൽ ഫോണോ അതുപോലെ തന്നെ മെമ്മറി കാർഡോ ഒന്നും ഇല്ലാത്തത് തിരിച്ചടിയാണ് സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷനും കോടതിയും. അങ്ങനെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് കാവ്യ മാധവൻ്റെ ബാങ്ക് ലോക്കറിൽ എന്താണ് ഉള്ളതെന്ന്. പക്ഷേ അതിലേക്ക് ആവശ്യമായ തെളിവുകൾ പ്രോസിക്യൂഷന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ പ്രോസിക്യൂഷൻ ഇപ്പോഴും ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് അത് തെളിവ് നശിപ്പിക്കുന്നതിന്, ഗൂഢാലോചന തന്നിലേക്ക് എത്തുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടിമുതലുകൾ ഒളിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ്. പക്ഷേ കോടതി വിധിന്യായത്തിലൂടെ കടന്നു പോയപ്പോൾ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.